പ്രൈസ് ദി ലോർഡ്. ക്രിസ്തയേശുവിന് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന, അവൻ തന്റെ ദൈവത്തിന് പ്രിയനായതാൽ ദൈവം അവനെ സകല ഇസ്രായേലിനും രാജാവാക്കി. സ്തോത്രം. ദൈവത്തിന് നിങ്ങൾ പ്രിയരാണെങ്കിൽ, ലിലിയ, ദൈവത്തിന്റെ ഇഷ്ടത്തിനകം നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് ഹിതം അന്വേഷിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവരാണെങ്കിൽ, ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ സകല ഇസ്രായേലിനും രാജാവാക്കി. ദാവീദിന്റെ മകനായ ശലോമോനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശലോമോൻ രാജാവാകുമ്പോൾ വളരെ ചെറുപ്പമാണ്. അവൻ യഹോവയെ സ്നേഹിക്കുന്നു. അവന്റെ അപ്പനായ ദാവീദ് നൽകിയിരിക്കുന്ന ഉപദേശം അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. യഹോവയ്ക്ക് ശലോമോനെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു രാത്രിയിൽ അവൻ സ്വപ്നത്തിൽ അവനോട് ഇങ്ങനെ ചോദിക്കുന്നു, ശലോമോനെ, ഞാൻ നിനക്ക് എന്ത് തരണം? അതിന് ശലോമോൻ ഉത്തരം പറഞ്ഞത്, എന്റെ ദൈവമായ യഹോവ, ഞാൻ എന്ത് ചെയ്യാം, തീരെ ചെറുപ്പമാണ്, എങ്ങനെ ഭരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ഭരിക്കുവാൻ എനിക്ക് ജ്ഞാനം നൽകണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ശലോമോൻ ചോദിച്ച കാര്യം യഹോവയെ സന്തുഷ്ടനാക്കി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഒരുപാട് കാലം ജീവിച്ചിരിക്കുവാനോ വളരെ സമ്പത്ത് തരുവാനോ ഒന്നും ചോദിക്കാതെ നീ നിന്റെ ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുക കൊണ്ട് ഞാൻ നിന്നെ ഇതുവരെ ജീവിച്ചിരുന്നിട്ടുള്ള ഏതൊരുവിനേക്കാളും ജ്ഞാനിയാക്കും. എന്നാൽ നീ അപേക്ഷിച്ചില്ലാത്ത സമ്പത്തും കൂടെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. നോക്കുക, ശലോമോൻ ഇവിടെ ചോദിച്ചത് തനിക്ക് ജ്ഞാനം വേണമെന്നാണ്. പക്ഷേ ജ്ഞാനത്തോടൊപ്പം സമ്പത്തും മഹത്വവും ദൈവം കൊടുക്കുവാനിടയായി. സ്തോത്രം. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് രണ്ട് സ്ത്രീകൾ വലിയ പ്രശ്നവുമായിട്ട് എന്ത് ചെയ്യാം, ശലോമോന്റെ അടുക്കൽ വരുന്നു. ഒരു ദിവസം രാത്രി അവളുടെ കുട്ടി മരിച്ചുപോയി. എന്നാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ കുട്ടിയെ മറ്റു സ്ത്രീ പറയുകയാണ്, എന്റെ കുട്ടിയെ എന്റെ അടുത്ത് കിടത്തിയിട്ട് ജീവനാണ് എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ മരിച്ച കുട്ടിയെ കണ്ടു. അത് എന്റേതായത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ സ്ത്രീ പറയുകയാണ്, അല്ല, എന്റെ കുട്ടി. അപ്പൊ രണ്ട് സ്ത്രീകൾ, അവിടെ ഒരു മകൾ മരിച്ചുപോയി. ശേഷം മരിക്കാത്ത ആ കുഞ്ഞിനെ എടുത്തിട്ട് മരിച്ച കുഞ്ഞിനെ മരിക്കാത്ത കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് എന്ത് ചെയ്യാ, മരിക്കാത്ത കുഞ്ഞിനെ ഈ സ്ത്രീ എടുത്തു. പക്ഷെ എന്നിട്ട് ശലോമോൻ അവിടെ വന്നിട്ട് ഒരു വാൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ബുദ്ധിയോടെ ദൈവം കൊടുത്ത ബുദ്ധി ജ്ഞാനത്തിനും അനുസരിച്ച് ശലോമോൻ അവിടെ പ്രവർത്തിക്കുവാനിടയായി. അവൻ വാൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് വന്നപ്പോൾ എന്ത് ചെയ്യാ, ആ ജീവനുള്ള കുട്ടിയെ വെട്ടി രണ്ടുപേർക്ക് പകുതി തരാമെന്ന് ശലോമോൻ തീരുമാനം കൽപ്പിച്ചത് സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥ കുഞ്ഞിന്റെ അമ്മ പറയുകയാണ്, അയ്യോ, കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോഴാണ് ശലോമോൻ മനസ്സിലായി യഥാർത്ഥ അമ്മ ആരാണെന്ന് ശലോമോൻ മനസ്സിലായി. അതിനുശേഷം ഈ കള്ളമെന്ന സ്ത്രീയെ ശിക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുവാൻ ശലോമോന്റെ പണ ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നു. ദേശത്ത് ഗോതമ്പും ബാലറിയും മുന്തിരിപ്പഴം അത്തിപ്പഴവും ഒക്കെ ഇഷ്ടം പോലെ വളരാൻ ഇടയായിത്തീർന്നു. ജനങ്ങൾക്ക് ധരിക്കുവാൻ നല്ല വസ്ത്രവും പാർക്കവും നല്ല വീടും ഉണ്ട്. അവർക്കെല്ലാവർക്കും എന്ത് നല്ല സാധനങ്ങൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശലോമോൻ ഒന്നുകൂടെ കുറച്ചുകൂടെ ആയപ്പോൾ കുറച്ചുകൂടെ ജ്ഞാനം ഒക്കെ ആയി, കുറച്ചുകൂടെ ഒക്കെ ജീവിതത്തിൽ വലുതാന്ന് പറയാം, ജീവിതത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങിയപ്പോ ഈ ശലോമോന് ജ്ഞാനം വർദ്ധിച്ചപ്പോൾ തന്റെ അഹങ്കാരം വർദ്ധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറി അന്യജാതികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരുമായിട്ട് നമുക്കറിയാം, നമ്മള് ഉത്തമഗീതം വായിക്കുമ്പോൾ ഭാര്യമാരെ കൂടാതെ വെപ്പാട്ടുകളെയും അങ്ങനെ എന്ത് ചെയ്യുക, ദൈവവചനത്തിനെ വ്യതിചലിച്ച് ദൈവവചനത്തിന് വിരോധമായി ചെയ്യുവാൻ
ഇടയായിത്തീർന്നു. നമുക്ക് തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നു. ഹല്ലേലൂയ. ആര്? ശലോമോൻ. പക്ഷേ ദൈവത്തിന്റെ പ്രിയനായിരുന്നത് മുതലെടുത്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്, സ്തോത്രം, ദൈവ കൽപ്പനകളെ പിറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞിട്ട്, സ്തോത്രം, ശലോമോൻ ഹല്ലേലൂയ പെരുമാറുവാനിടയായി. ശലോമോൻ നിമിത്തം നമുക്കറിയാം 12 ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രമായിരുന്നു. പക്ഷെ എന്നാൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടത് ശലോമോന്റെ കാലത്താണ്. പിന്നെ രാജാക്കന്മാർ ഭരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ രാഷ്ട്രം വിഭജിക്കപ്പെട്ടത് ഭിന്നിപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയത് ഒരു രാജാവ് നിമിത്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയനായിരുന്നവൻ പിന്നത്തിന് അപ്രിയനായി മാറുവാനിടയായി. ഇവിടവനെ നമ്മള് വിശ്വാസം വരുന്ന സമയത്തൊക്കെ കർത്താവിന്റെ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കണം, എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം, എങ്ങനെ ദൈവത്തിന് ഇഷ്ടത്തിനൊക്കെ നാം അനുസരിച്ച് ജീവിക്കണമെന്ന് നാം നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ നാം അങ്ങനെ ജീവിച്ചിട്ട് പിന്നത്തേതിൽ ഹല്ലേലൂയ വിശ്വാസം കൂടുന്നതിനൊപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ വ്യതിചലനങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ദൈവകൽപ്പന നാം മറുത്തു കളഞ്ഞാൽ കർത്താവിന് നല്ല നഷ്ടം, നമുക്കാണ് നഷ്ടം. ദൈവം നിങ്ങളെ തള്ളിക്കളയുവാനിടയാകും. ദൈവം ഉയർത്തിയെടുത്തും ദൈവം നിങ്ങൾ താഴ്ത്തിക്കൊണ്ടുവരും. നിങ്ങളെ ദൈവം തകർത്ത് കളയും. നിങ്ങൾക്കൊന്നുമില്ലാത്ത അനുഭവങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ ഇടയായിത്തീരും. നമുക്കറിയാം ശലോമോനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുവാണെങ്കിൽ ശലോമോൻ തകർക്കപ്പെട്ടു, പൂർണ്ണമായും തകർക്കപ്പെടുവാനിടയായിത്തീർന്നു നമുക്ക് കാണുവാൻ കഴിയും. ശലോമോന്റെ അവസാനം എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ശലോമോൻ ദൈവകൽപ്പന വിട്ട് അന്യജാതിക്കാരിൽ നിന്നും ഭാര്യമാരെ എടുത്തു. മിസ്രൈമിലെ രാജകുമാരി വിവാഹം കഴിച്ചു. നോക്കുക, ഒരു ഇസ്രായേലിൻ മിസ്രൈമിന്റെ രാജകുമാരി വിവാഹം കഴിച്ചു. അതിനുശേഷം മോബാബ്യർ, അമ്മോന്യർ, എത്തോമ്യർ, സീദോന്യർ, ഹിത്രി എന്നിവരിൽ നിന്നും ഭാര്യമാരെ സ്വീകരിച്ചു. അന്തഃപുരത്തിൽ 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നുവെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നാം വായിക്കും. അവർ രാജാവിനെ അന്യ ദേവന്മാരിലേക്കും മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്കും വശീകരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അവനെ ഉപേക്ഷിച്ചു. ശലോമോൻ 40 വർഷക്കാലം രാജ്യം ഭരിച്ചു. സ്തോത്രം. നോക്കുക, ദൈവത്തിന് പ്രിയനായിരുന്നവൻ, സ്തോത്രം, ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറി. പക്ഷെ ദൈവം ഒരു ജ്ഞാനം മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹല്ലേലൂയ ഈ ഒരു അധപ്പതനം ശലോമോൻ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാം വർദ്ധിച്ചപ്പോൾ സകല രാജാക്കന്മാരേക്കാൾ ഇസ്രായേൽ ഇന്നയോളം ഹല്ലേലൂയ ശലോമോനെ പോലെ രാജാവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം ചില സമയത്ത് പരീക്ഷിക്കായിരിക്കും, കൊടുത്ത് പരീക്ഷിക്കും എന്ന് പറയുന്നത്. അപ്പോ ഒരു പക്ഷേ ശലോമോനെ പരീക്ഷിക്കായിരിക്കും എത്രമാത്രം ദൈവത്തിൽ വിശ്വസ്തനായിരിക്കുമെന്ന്. ദൈവം ചിലപ്പോൾ നമ്മളെയും പരീക്ഷിക്കും. പ്രിയപ്പെട്ടു, നമുക്ക് നന്മകൾ തന്ന ദൈവം പരീക്ഷിക്കും. ദൈവം നാം അകന്നു പോകുന്നുണ്ടോ, നാം ദൈവമായി എത്രമാത്രം ബന്ധം പുലർത്തുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ സന്തോഷങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിന് ഇരിക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവം പരിശോധിക്കും. സ്തോത്രം. നാം ദൈവത്തിന് ഇരുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശലോമോനെ പോലെ നമ്മുടെ ജീവിതം കഷ്ടത്തിൽ കടന്നു പോകാനിടയിൽ 40 വർഷക്കാലം രാജ്യം ഭരിച്ചു. അവനെ മരിച്ചപോലെ യെരൂശലേമിൽ അടക്കി. ശലോമോന്റെ മരണത്തോടുകൂടി രാജ്യം ഇസ്രായേൽ യഹൂദ എന്ന് രണ്ടായി പിളർന്നു. സ്തോത്രം. ഒരു രാജാവ് നിമിത്തം എന്ത് ചെയ്തു? ഒരു രാഷ്ട്രം എന്ത് ചെയ്തു? വിഭജിക്കപ്പെടുവാനിടയായി. ദൈവം ശലോമോൻ എന്തിനാണ് ഹല്ലേലൂയ തിരഞ്ഞെടുത്തത്? രാജ്യത്തെ ഭരിച്ച് ക്രമസമാധാനം നിലനിർത്തി കൊണ്ടുപോകുവാൻ, ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറുക, സന്തോഷമായി. പക്ഷെ എന്നാൽ നോക്കുക, ഒരാളുടെ രാജ്യത്വം ജനത്തെ അല്ലെങ്കിൽ ശാപത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ മുഴുവൻ തകർത്ത് കളയുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉയർച്ചകൾ ദൈവസനെ നമ്മളെ അകറ്റിക്കളയുന്നതാകാതിരിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഹല്ലേലൂയ ശലോമോൻ ദൈവത്തിന് പ്രിയനായതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? സകലരെക്കാളും ഉയർത്തി. പക്ഷെ ഉയർച്ച ഹല്ലേലൂയ വളരെ വേദനയ്ക്ക്, തകർച്ച കാരണമായെങ്കിൽ നമ്മുടെ ഉയർച്ചകൾ ദൈവത്തോട് ചേർന്നാകട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.